ഇടുക്കിയിലും കൊട്ടിക്കലാശം ആവേശത്തോടെയാണ് നടന്നത്. കൊട്ടിക്കലാശത്തിനിടെ MC ബോബൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടുക്കിയിൽ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് കൊട്ടിക്കലാശത്തിന് ഇടുക്കി സാക്ഷ്യം വഹിക്കുന്നത്. കട്ടപ്പനയിലാണ് LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ കൊട്ടിക്കലാശം. ചെറുതോണിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയോടുകൂടി 5 മണിയോടുകൂടിയാണ് കട്ടപ്പനയിൽ ജോയിസ് ജോർജും അതുപോലെ തന്നെ LDF പ്രവർത്തകരും എത്തിച്ചേർന്നിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ കൊട്ടിക്കലാശം തൊടുപുഴയിൽ വെച്ചാണ് നടക്കുന്നത്. കോതമംഗലത്ത് നിന്നും റോഡ് ഷോയായി എത്തി ഇപ്പോൾ തൊടുപുഴയിലാണ് കൊട്ടിക്കലാശത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന്റെ കൊട്ടിക്കലാശവും തൊടുപുഴയിൽ വെച്ചാണ് നടക്കുന്നത്. 3 സ്ഥലങ്ങളിലും വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൽ അണിചേരുന്നത്. ഏതാണ്ട് 1.5 മാസക്കാലം നീണ്ടുനിന്ന വലിയ പ്രചരണ കോലാഹലങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ സമാപനമാകുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ ഇവിടെ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ഏതാണ്ട് 3 തവണയായി അടുപ്പിച്ച് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും 3ാം വട്ടം മത്സരിക്കുന്നു എന്ന വലിയ പ്രാധാന്യവും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചുണ്ട്. ഒരു പരാജയവും ഒരു വിജയവുമാണ് ഇരുവർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇരുവരെയും സംബന്ധിച്ച് വലിയ നിർണായകമാണ്. NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സംഗീത വിശ്വനാഥിനെ സംബന്ധിച്ച് പരമാവധി വോട്ടുകൾ സമാഹരിക്കുവാൻ വേണ്ടിയുള്ള വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. എന്തായാലും 1.5 മാസക്കാലം നീണ്ടുനിന്ന വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ഈ കലാശക്കൊട്ടോടുകൂടി സമാപനം കുറിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്.